Hey Siri. Hey Gemini, switch off the alarm. Switching off the alarm. രാവിലെ എന്തൊക്കെ ഇവൻ എപ്പോഴും ഈ കാര്യങ്ങളേ ഉള്ളൂ. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് മനുഷ്യനെ ഈ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ മനുഷ്യനെ പേടിപ്പിക്കാൻ നടക്കണവ. രാവിലെ കണിയുണ്ടതേ ഇത്. ഇനി അങ്ങോട്ട് ഭാവിയിൽ ഇനി എന്ത് നടക്കുമെന്തോ. ഇനി എൻ്റെ പൊന്നെ, ഇന്നിനി ജോലിക്ക് പോകാൻ വയ്യ. ഞാൻ ഇനി ഒന്ന് ബോസിനൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇന്നൊന്ന് ലീവ് എടുക്കാൻ പോകണമെന്ന്. ജോലിക്കൊന്നും പോകണ്ട, വയ്യ. വീട്ടിൽ ഇരുന്ന് അങ്ങ് ചില്ലടിക്കാം. ആരെ വിളിക്കണ പോലെ തോന്നില്ല. ബോസായിരിക്കും, പറയാനും മറന്നുപോയി. ആ ബോസ് തന്നെ. ഹലോ സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് സാർ ഇങ്ങോട്ട് വിളിച്ചത്. എനിക്കിന്നൊരു ലീവ് വേണം, എനിക്ക് നല്ല തലവേദന ഉണ്ട്. ആ സാർ, നല്ല തലവേദനയുണ്ട് സാറാ. ഞാൻ വരാം. ഞാൻ നാളെ ഉറപ്പായിട്ടും വരും, ഉറപ്പ്. ഞാൻ വാക്ക് തരാം, നാളെ ഞാൻ ഉറപ്പായിട്ടും വരും. ഇപ്പം ഞാൻ സാറിൻ്റെ സംസാരിക്കുന്നത് വരെ ഞാൻ മുഖം പോലും കഴിവാതെയാണ് ഞാനിപ്പോൾ സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഓ ഓ നാളെ ഞാൻ വരുമോ? ഓ ശരി. അവനെന്തിനാ എന്നെ ഈ സമയത്ത് ഇപ്പോൾ വിളിക്കുന്നത്? ഒന്ന് എടുത്തു നോക്കാം, എന്തിനാണാന്ന് തോന്നുന്നു. ഇനി എന്നെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ആ മെസ്സേജ് ഇട്ടല്ലേ? സത്യം പറ. അല്ലടാ, സീരിയസ് ആയിട്ടാ. ഓ നീ ഇപ്പൊ അവിടെ സ്ഥലം പറഞ്ഞു, ഇപ്പൊ അവിടെ എത്താം. സ്ഥലമൊന്നും എനിക്ക് അറിഞ്ഞോളൂ അവിടെ. ഓ ഞാൻ ഇപ്പം നമ്മളെ പെനീര് ഇരുട്ടാണ്. എന്താ ഫുൾ ഇരുട്ടാണ്, ഒന്നും കണ്ടുകൂടും. അയ്യോയ്യോ, ഞാൻ ഇപ്പൊ അവിടെ എത്താം. ഹലോ ഹലോ ഹലോ, നീ എന്നെ പറ്റിക്കാണ് ഉറപ്പ്. ഞാൻ വെക്കാൻ പോണത് ഞാൻ പറ്റിക്ക. ഇത്ര രൂപയോ? എനിക്കിത് ഇത്ര എന്തിന് ഇതിങ്ങനെ? എന്തോ ഒരു റോങ് അടിക്കുന്നുണ്ട്. അവ എന്നെ കോളും ചെയ്ത് അവ എന്നെ കിഡ്നാപ്പ് ചെയ്തെന്നും പറഞ്ഞ് കോള് തീർന്നിട്ട് ഇപ്പോൾ പൈസ ക്രെഡിറ്റ് ആവുന്നു. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇവിടെ എന്തായി നടക്കണ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി എൻ്റെ മുമ്പിൽ ഒരേ ഒരു ഐഡിയയേ ഉള്ളൂ. അവനെ വിളിക്കണം, രണ്ടും കൽപ്പിച്ച് അവനെ വിളിക്കണം. വിളിക്കാൻ ഞാൻ സ്വിച്ച്ഡ് ഓഫോ? സ്വിച്ച് ഓഫോ? അതിൻ്റെ അർത്ഥം എന്തോ ഒരു റോങ് അടി ഇവിടെ എനിക്ക് നല്ല റോങ് അടിക്കുന്നുണ്ട്. എന്താ ഇവിടെ നടക്കണ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പരിചയമില്ലാതെ നമ്പർ ഇതായാലും
ഹലോ. അതെ, ഞാനിപ്പോ അവനെ അന്വേഷിച്ചിട്ടുണ്ട് നടന്നത്. നിങ്ങൾ ആര്? ഇപ്പൊ നിങ്ങൾ ആരപ്പി? ഞാൻ അങ്ങനെ തപ്പിക്കൊണ്ടാണല്ലോ ഇവര്. നിങ്ങൾ ആരപ്പി? എത്താ? എന്റെ കിഡ്നാപ്പർ സാറേ, നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിക്കുന്നെങ്കിൽ ഞാൻ ഈ നമ്പർ കൊണ്ടുവന്ന് പോലീസുകാർക്ക് കൊണ്ടുവന്ന് കൊടുത്ത് നിങ്ങളെയും ഞാൻ ആരുണെയും പിടിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരൂലേ? പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? എന്തുവാ? ഹലോ ഹലോ. ഇനി ഒരേ ഒരു വഴിയുള്ളൂ, പോലീസുകാരുടെ അടുത്ത് തന്നെ പോയി. ഇനി അതേ ഉള്ളൂ ആകെ വഴി. ഇല്ലെങ്കിൽ ഞാൻ അവനെ ആര് രക്ഷിക്കും പോയി? ഹലോ സാറേ, എനിക്കൊരു കാര്യം പറയണം സാറേ. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അരുൺ എന്നാണ് പേര്. അപ്പം പുള്ളിക്കാരനെ ആരോ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞു എന്നെ ഒന്ന് വിളിച്ചിരുന്നു. അപ്പം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയത്തില്ല. എത്ര കോടി രൂപ ഉണ്ടെങ്കിലേ വിടത്തുള്ളൂ എന്നാണ് പറയുന്നത്. അവൻ്റെ ഉണ്ട് സാറേ, വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ഫോർവേഡ് ചെയ്യാം സാറിന് ഇപ്പോൾ തന്നെ. സാറേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അവന് പോലും അറിയത്തില്ല. എന്തോ ഒരു ഇരുണ്ട മുറിയെന്ന് അവൻ പറഞ്ഞ. സാർ എനിക്കാണെങ്കിൽ പേടിയാവുന്നു സാർ. അവൻ്റെ വീട്ടുകാർ എന്തുണ്ടെങ്കിലും എന്നെയാണ് വിളിക്കുന്നത്. അപ്പം സാർ എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടെങ്കിൽ ഒന്ന്. ശരി സാർ, ഞാൻ ഓക്കെ. ഞാൻ വിളിച്ചിട്ട് വീട്ടുകാരെ ഞാൻ വിളിക്കാം സാറേ. വീട്ടുകാരെ Yo no taca, taca.